ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th ക്ലാസ് സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ. ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ തന്നെ മലയാളം എക്സ്പ്ലനേഷനും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് 6 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ മലയാളം എക്സ്പ്ലനേഷൻ ആൻഡ് ഫുൾ നോട്ട്സ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ മലയാളം എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടാതെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് യൂണിറ്റ് ടെസ്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററായ നെയിംസ് ആൻഡ് നെയിംസിൽ ഒരുപാട് എക്സാം ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, അതായത് ഇന്നത്തെ മനുഷ്യൻ എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഇതിന് പുറകെയുള്ള ഹിസ്റ്ററികളുണ്ടല്ലേ, ചരിത്രങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് പേജിൽ കാണാനുള്ളത് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് ആദ്യത്തെ പേജിൽ കാണാൻ കഴിയുന്നത്. അതായത് ജവഹർലാൽ നെഹ്റു മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിൻ്റെ ഒരു ഭാഗം. അതിൽ പറയുന്ന കാര്യങ്ങൾ ആ കത്തോടു കൂടിയാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കത്ത് വായിച്ചു നോക്കാം. Probably the first men were hardly men like we know them today. അപ്പോൾ ആദിമ മനുഷ്യർ, ഫസ്റ്റ് മെൻ ഒരിക്കലും ഇന്ന് കാണുന്നത് പോലെയുള്ള ഇത് ആയിരിക്കില്ല. They must have been half apes, half men, living rather like monkeys. പകുതി കുരങ്ങും പകുതി മനുഷ്യരുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ ആയിരിക്കും ജീവിച്ചിരിക്കുന്നുണ്ടാവുക. ഡു യു റിമെമ്പർ ഗോയിങ് വിത്ത് ഹസ് ടു സീ എ പ്രൊഫസർ ഇൻ ഹൈഡൻബർഗ് ഇൻ ജർമ്മനി? ഹൈഡൻബർഗ് ജർമ്മനിലെ ഒരു സ്ഥലമാണ്. എന്ന ഒരു സിറ്റിയിൽ നമ്മളൊരു പ്രൊഫസറെ കാണാൻ പോയത് നീ ഓർക്കുന്നുണ്ടോ? ഹീ ഷോഡ് ആസ് ലിറ്റിൽ മ്യൂസിയം ഫുൾ ഓഫ് ഫോസിൽസ് ആൻഡ് എസ്പെഷ്യലി ആൻ ഓൾഡ് സ്കൾ വിച്ച് ഹീ കെപ്റ്റ് കെയർഫുള്ളി ലോക്ക്ഡ് അപ്പ് ഇൻ എ സേഫ്. അപ്പോൾ അവിടെ ഒരു കാഴ്ച ബംഗ്ലാവ്, ഓക്കെ, ഒരു മ്യൂസിയത്തിൽ എന്താണ് കണ്ടത്? ഒരു തലയോട് ഇരുമ്പ് പെട്ടിയിൽ നല്ല സേഫായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ദ സ്കൾ വാസ് സപ്പോസ്ഡ് ടു ബിലോങ് ടു വൺ ഓഫ് ദീസ് ഏർലിയസ്റ്റ് മെൻ. അപ്പോൾ ഏർലിയസ്റ്റ് മാൻ്റെ സ്കളാണ് ആ സൂക്ഷിച്ചിരിക്കുന്നത്. സ്കൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, തലയോട്. ഓക്കെ, we now call him the Heidelberg man simply because the skull was found buried near Heidelberg. അപ്പോൾ നമ്മൾ ഇന്ന് ആ തലയോട് ഹൈഡൽബർഗ് എന്നൊക്കെ മനുഷ്യൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? അത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന ഒരു സിറ്റിയിൽ നിന്നാണ് കിട്ടിയത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആണ് ജവഹർലാൽ നെഹ്റു മക്കൾക്ക് അയച്ച കത്തിൻ്റെ ഒരു രൂപം. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അത് ക്വസ്റ്റ്യനായിട്ട് താഴെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ റിമൈൻ ദാറ്റ് ജവഹർലാൽ നെഹ്റു മെൻഷൻ ഹിയർ? ജവഹർലാൽ നെഹ്റു ഇവിടെ മെൻഷൻ ചെയ്ത ഹിസ്റ്റോറിക്കൽ റിമൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടം, ശേഷിപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ദ സ്കൾ ഓഫ് ഏർലി ഹ്യൂമൻ, അല്ലേ? ദ സ്കൾ ഓഫ് ഏർലി മാൻ. പിന്നെ അക്കോർഡിംഗ് ടു ഹിം വെർ വാസ് ഇറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം? ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഹൈഡൽബർഗ് ഇൻ ജർമ്മനി. ദ ഹിസ്റ്റോറിക്കൽ റിമൈൻ ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി ലാക്ക് ഓഫ് ഇയേഴ്സ് ഓഫ് ഓൾഡ്. അപ്പോൾ പ്രിമിറ്റീവ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യൻ, ചരിത്ര ഈ ശേഷിപ്പിനൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ പേജ് നമ്പർ 7 കഴിഞ്ഞു. ഇനി നമുക്ക് പേജ് നമ്പർ 8 നോക്കാം. പേജ് നമ്പർ 8, can you think of people who lived all these years ago or about that period? അപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യന്മാർ ജീവിച്ചിരുന്നു എന്നോ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഷാൽ വി ടേക്ക് എ ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി ഓഫ് പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം? അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അക്കാലത്തെ മനുഷ്യരുടെ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ഹെഡിങ് നോക്കാം. ലെറ്റ് us trace
അവർ ആൻസസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ, അതായത് നമ്മുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ നമുക്ക് മുന്നേ ഉള്ള തലമുറകളെയാണ് നമ്മൾ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, പൂർവികന്മാർ, പണ്ടുള്ളവർ. ഓക്കെ, ഇവിടെ ഒരു ട്രീ തന്നിട്ടുണ്ടല്ലേ. ലുക്ക് അറ്റ് ദ ഫാമിലി ട്രീ സിനു പ്രിപ്പയർഡ് ഇൻക്ലൂഡിങ് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി പ്രിപ്പയർ ജനറേഷൻ. അപ്പോൾ ഈ ഒരു സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രീ കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും, അത് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛനും അമ്മയും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛനും അമ്മയും, അങ്ങനെ ഈ ഫാമിലി ട്രീ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും പേരറിയാം, അത് കഴിഞ്ഞിട്ടുള്ള അച്ഛൻ്റെയും അമ്മൻ്റെയും പേരറിയാം, പിന്നെ അതിന് മുകളിലെ അച്ഛൻ്റെയും അമ്മൻ്റെയും പേര് നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇഫ് വി ക്യാൻ ഗോ ബാക്ക് തൗസൻഡ്സ് ഓഫ് ജനറേഷൻ ലൈക്ക് ദിസ് വി ക്യാൻ റീച്ച് ദ ഏർലി ഹ്യൂമൻസ്. ഇങ്ങനെ നമ്മൾ കുടുംബത്തിൻ്റെ തലമുറകൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏർലി മാനിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ചരിത്രത്തെ ഹിസ്റ്ററിയെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്ത ബോക്സിൽ കാണുന്നത്. പേജ് നമ്പർ 8 താഴെയുള്ള ബോക്സിൽ BCE and CE. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ബോക്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫോർ ദ പർപ്പസ് ഓഫ് ക്രോണോളജി ആൻഡ് ഹിസ്റ്ററീനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് 2 periods ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BC ആൻഡ് AD. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ്. AD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനനത്തിന് ശേഷം, അന്നോ ഡോമിനി എന്നാണ് അത് വായിക്കുക. AD എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? അന്നോ ഡോമിനി. അപ്പോൾ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ബർത്ത് ഓഫ് ജീസസ് ആണ്, അതായത് യേശുവിൻ്റെ ജനനവുമായിട്ട്, അതായത് ജനനത്തിന് മുമ്പ് ജനനത്തിന് ശേഷം, അങ്ങനെയാണ്. ഇതിങ്ങനെ കോമൺലി അറിയപ്പെടുന്നത് കോമൺ ഇറ, അതായത് BCE ആൻഡ് കോമൺ ഇറ CE. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ക്രോണോളജിക്കലി ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 periods. ഹിസ്റ്ററി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബിഫോർ കോമൺ എറ ആൻഡ് കോമൺ എറ, ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ജനനത്തെ ബേസ് ചെയ്തിട്ടാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബിഫോർ കോമൺ എറ, കോമൺ എറ. Okay, the period before the birth of Christ was known as BC. Before BC എന്ന് പറയുന്നതിൽ തന്നെ ബിഫോർ ക്രൈസ്റ്റ്, ആൻഡ് ദ പീരീഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വർ നോൺ ആസ് AD. ADൻ്റെ ഫുൾ ഫോം എന്താണ്? അന്നോ ഡോമിനി. ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് നോൺ ആസ് BCE ആൻഡ് CE റെസ്പെക്റ്റീവ്ലി. BCE എന്നും പറയുന്നതും CE എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പഠിക്കാനുള്ള പോയിൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? ഹിസ്റ്ററിയെ BCയും Cയും, അതായത് BC എന്ന് പറഞ്ഞാൽ എന്താണ്, CE എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ പീരീഡ്സ് ഇൻ ടു വിച്ച് ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ക്രോണോളജിക്കലി? ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു ബിഫോർ കോമൺ എറ ആൻഡ് കോമൺ എറ. Second question, what historical event was the division of BC and AD based upon? It is based on the birth of Jesus Christ. Third question, what do the abbreviation of BC and AD stand for? എന്താണ് BC, എന്താണ് AD? BC stands for before Christ and AD stands for anno domini. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പീരീഡ് വാസ് നോൺ ആസ് BC? ഏത് പീരീഡാണ് BC എന്നറിയപ്പെടുന്നത്? ദ പീരീഡ് ബിഫോർ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടേംസ് ആർ യൂസ്ഡ് ദീസ് ഡേയ്സ് ഇൻസ്റ്റെഡ് ഓഫ് BC ആൻഡ് AD റെസ്പെക്റ്റീവ്ലി? BCക്ക് ADക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് എന്താണ്? ദീസ് ഡേയ്സ് ദേ ആർ നോൺ ആസ് BCE ആൻഡ് CE. അപ്പോൾ അത്രയാണ് ആ ടേബിളിലുള്ള ആ ബോക്സിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലോ, അതിൽ BCയും Cയും അടയാളപ്പെടുത്തിയത് ശ്രദ്ധിച്ചല്ലോ. ഇടയ്ക്കൊരു പോയിൻ്റ് ഉണ്ടല്ലോ, അതാണ് ക്രിസ്തുവിൻ്റെ ജനനം. അതിൻ്റെ ഇപ്പുറത്തേക്കുള്ളത് BCയും അപ്പുറത്തേക്കുള്ളത്, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ളത് ഇങ്ങോട്ട് CE, അപ്പുറത്തേക്ക് BCE. ഇനി എ സെഞ്ച്വറി ഡിനോട്ട്സ് 100 years. എ മില്യൺ ഇയേഴ്സ് ഡിനോട്ട്സ് 10 lakh years. സെഞ്ച്വറി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ 100 അല്ലേ? സെഞ്ച്വറി അടിച്ചു എന്ന് പറഞ്ഞാൽ 100 runs അടിച്ചു, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എ മില്യൺ എന്ന് പറഞ്ഞാലും അറിയാം 10 lakh ആണ്. അപ്പോൾ സെഞ്ച്വറി മീൻസ് 100 years, എ മില്യൺ എന്ന് പറയുന്നത് എന്താണ്? 100
10 ലാക്കാണ്. മില്യൺ എന്ന് പറയുന്നത് 10 ലാക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്. അതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് ചാൾസ് ഡാർവിൻ എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു തിയറിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. എവല്യൂഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി. കൂടാതെ ഒരു ബുക്കുമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുമുണ്ട്, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഈ മനുഷ്യരെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ, ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെളിവുകൾ വേണ്ടത്. ഇങ്ങനെയായിരുന്നു പണ്ട് മനുഷ്യർ, ഇങ്ങനെയായിരുന്നു, ഇന്ന കാര്യങ്ങളാണ് ചെയ്തിരുന്നത്, അവരുടെ ഉപജീവന മാർഗം ഇന്നതായിരുന്നു, അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഇങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് ഫോസിൽസിൽ നിന്നാണ്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ പഠിക്കുന്നത്. ഫോസിലുകളെ കുറിച്ചാണ്, അതായത് ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന സോഴ്സാണ് ഫോസിൽസ്. ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, മൃഗങ്ങളും മനുഷ്യരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ റിമൈനിങ്സ് ആണ്. അത് കുറേ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും അത് പാറകൾക്കുള്ളിലൊക്കെ അങ്ങനെ പതിഞ്ഞിരിക്കും. അതാണ് ഫോസിൽസ് എന്ന് പറയുന്നത്. Origin and evolution of humans. Human fossils are important sources that help us to learn about the history of early humans. പണ്ടുള്ള മനുഷ്യരെ കുറിച്ച് നമുക്കറിയാൻ സഹായിക്കുന്നത് എന്താണ്? ഹ്യൂമൻ ഫോസിൽസ് ആണ്. ഹ്യൂമൻ ഫോസിൽസ്. ഇറ്റ് ഈസ് ബൈ സയൻറ്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് സച്ച് ഫോസിൽസ് ദാറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദ ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഈസ് റിട്ടൺ. അപ്പോൾ ഇത്തരം ഫോസിലുകളുടെ നമ്മൾ കാലപ്പഴക്കം സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യും. അങ്ങനെയാണ് ഇത് ഇത്ര വർഷമായി, ഇത് ഇത്ര കാലമായിട്ട് ഈ ഭൂമിയിലുണ്ട് എന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഈ ഫോസിൽസിൽ നിന്ന് ആണ്. അപ്പോൾ ഫോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസിൽസ് ആർ റിമൈൻസ് ഓഫ് ഏൻഷ്യൻറ്റ് പ്ലാന്റ്സ്. ഏൻഷ്യൻ്റ് പഴയ പ്ലാന്റ്സിൻ്റെ റിമൈൻസ് ആണ്. പിന്നെ പ്ലാന്റ്സിൻ്റെ മാത്രമാണോ? ആനിമൽസ് ഉണ്ട് ആൻഡ് ഹ്യൂമൻസ്. ദീസ് ആർ ജനറലി എംബഡഡ് ഇൻ റോക്സ്. ഇതൊക്കെ റോക്സിലൊക്കെയാണ് കാണുക, പാറകളിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഹാവ് ബീൻ പ്രിസർവ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലാക്കാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഇത് സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങളൊക്കെയാണ്, അത്രയും പഴക്കമുള്ളതാണ് ഫോസിൽസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇവല്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യൻ്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ ഇന്നത്തെ രൂപത്തിലെത്തിയത്, അല്ലെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് മനുഷ്യൻ ഇന്നത്തെ ഒരു രീതിയിലേക്ക് എത്തിയത്. അതിന് ഒക്കെ കണ്ടുപിടിച്ചൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹമാണ് ഇതിനൊരു സയൻറ്റിഫിക് വ്യൂ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയും ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചാൾസ് ഡാർവിൻ്റെ ആ തിയറിക്ക് പറയുന്ന പേരാണ് എവല്യൂഷൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബുക്കും മറന്നുപോയത്, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓക്കെ, it was Charles Darwin who proposed a scientific view on the origin of human beings. He suggested that humans have originated through organic changes that took place over a long period of time. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? മനുഷ്യൻ ഇന്നത്തെ ഒരു രൂപത്തിലേക്ക് വന്നത് ഒരുപാട് പ്രോസസ്സിന് ശേഷമാണ് എന്നാണ്. ഈ കോൾഡ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഇവല്യൂഷൻ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത്. ഹി പ്രസൻറ്റഡ് ദ തിയറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ ഇൻ ഹിസ് ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പബ്ലിഷ്ഡ് ഇൻ 1859. അപ്പോൾ ആ ഒരു ബുക്കിലാണ് ഈ ഹ്യൂമൻ്റെ ചേഞ്ചസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ചാൾസ് ഡാർവിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അത് നമുക്ക് വായിച്ചു നോക്കാം. ചാൾസ് ഡാർവിൻ വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട് ഓൺ February 12, 1809. He is a naturalist who helped in understanding the process that led to the origin of life on the earth and the diversity of living organisms. അപ്പോൾ നമ്മളെ ലൈഫ് എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഓരോരുടെയും ഓരോ പ്രോസസ്സിനെയൊക്കെ മനസ്സിലാക്കാൻ സഹായിച്ച സയൻറ്റിസ്റ്റാണ് ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ എക്സ്പ്ലെയിൻഡ് ത്രൂ ഹിസ് തിയറി ഓഫ് ഇവല്യൂഷൻ ദാറ്റ് all living species evolved over a period of time and it took millions of years to reach its present form. അപ്പോൾ ചാൾസ് ഡാർവിൻ ആ ഇവല്യൂഷൻ തിയറിയിൽ എന്താ പറഞ്ഞത്? ഓരോ ജീവികളും, ഇനി മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ എന്ത് തന്നെ ആയാലും, ഓരോ ജീവിയും ഇന്നത്തെ ഈ ഫോമിലേക്ക് എത്താൻ കുറേ വർഷങ്ങളെടുത്ത് കുറേ വർഷങ്ങളുള്ള പ്രോസസ്സിലൂടെയാണ് ഇന്നത്തെ ഈ രൂപത്തിലെത്താൻ പറ്റിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഹെഡിങ് നോക്കാം, ആൻസസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഹ്യൂമൻസിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്, മനുഷ്യരെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പുള്ള മനുഷ്യരെങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ഒറിജിൻ ചെയ്തത് എന്നതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഏർലി ഹ്യൂമൻസ് ഇവോൾവ്ഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അപ്പം ഈ മില്യൺസ് ഇയറിന് മുമ്പാണ് ഏർലി മാൻ ഇവിടെ ഉണ്ടായത്. ഓക്കെ, ഹ്യൂമൻ സിവിലൈസേഷൻ ബിക്കം വെൻ പ്രൈമേറ്റ്സ് ഹേ കാറ്റഗറി ഓഫ് മാമൽസ്. മാമൽസ് എന്ന് പറയുന്നത് എന്താണ്, പ്രസവിക്കുന്ന ജീവികളെയാണ് മാമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാമൽസിൽ ഒരു ഡിവിഷനാണ് പ്രൈമേറ്റ്. ഓക്കെ, പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഇവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഹ്യൂമൻ ഇവല്യൂഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫ്രം പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് മാമൽസ്, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗിൻ ഫ്രം വേർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. ഇനി നമുക്ക് ഓരോ ഡിവിഷൻസ് പഠിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു പ്രൈമേറ്റുകളാണെന്ന് പറഞ്ഞു അല്ലേ, അതാണ് ഫസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്ന എ കാറ്റഗറി ഓഫ് മാമൽസ്. മാമൽസ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ജീവിവർഗങ്ങളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമേറ്റുകൾ. പിന്നീട് വന്നത് ഹോമിനോയിഡ്സ് ആണ്. ഹോമിനോയിഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് ഓൺ 4 legs, 4 കാലിൽ നടക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് ഹോമിനോയിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിന്നെ വന്നിരിക്കുന്ന ഹോമിനിഡുകളാണ്. അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്? വാക്സ് ഓൺ 2 legs, 2 കാലിലാണ് അവർ നടക്കുന്നത്. പിന്നെ അവിടുന്നും ഡിവിഷൻ വന്നു. ആസ്ട്രലോപിത്തേക്കസും ഹോമോയും രണ്ടായിട്ട് ഹോമിനിഡുകളെ ഡിവൈഡ് ചെയ്തു. ഹോമിനിഡുകൾ കാറ്റഗറൈസ്ഡ് ഇൻറ്റു 2, ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ. അതിൽ ഈ ഹോമോയിൽ 3 ഡിവിഷൻസ് വരുന്നുണ്ട്. 3 കാറ്റഗറീസ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ദ ടൂൾ മേക്കർ, അതായത് ഉപകരണം നിർമ്മിക്കുന്ന ആൾക്കാർ, ടൂൾസൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താ, നിവർന്ന് നിൽക്കുക എന്നാണ്. അതേപോലെ തന്നെയാണ് ദ അപ്രൈറ്റ് ഹ്യൂമൻസ്, നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ. നെക്സ്റ്റ് ഹോമോ സാപ്പിയൻസ്, ദ വൈസ് ഓർ തിങ്കിങ് മാൻ, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യർ. അപ്പം നമ്മളൊക്കെ എന്തിൽ പെട്ടതാണ്? ഹോമോ സാപ്പിയൻസ് ആണ്. ഓക്കെ, മനുഷ്യൻ ഉൾപ്പെടുന്ന വർഗത്തിൻ്റെ പേരെന്താണ്? ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പോൾ ഹോമോയുടെ സബ് ഡിവിഷൻസ് ആണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഉൾപ്പെടുന്ന ഏതാണ്? ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. ഇത് നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ബോക്സിൽ, എന്താണ്? പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ നോട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഹ്യൂമൻ ഇവല്യൂഷൻ സ്റ്റാർട്ടഡ് വിത്ത് ദ പ്രൈമേറ്റ്സ്, എ ഗ്രൂപ്പ് ഓഫ് മാമൽസ്. They changed into hominoids who walked on 4 legs, and then into hominids who walked on 2 legs. From them, the Homo group appeared and split into 3 smaller groups: Homo habilis, the toolmakers; Homo erectus, the upright humans; Homo sapiens, the wise or thinking man. Modern humans belong to this last group, Homo sapiens.